മാർച്ച് 4 ചൊവ്വാഴ്ച. മാർക്കോസ് 10:28 മുതൽ 31 വരെ വാക്യങ്ങൾ. ഒരു സമ്പന്ന കുടുംബത്തിൽ ഒരു ദാസനുണ്ടായിരുന്നു. ദരിദ്രനായ ആ മനുഷ്യനെ രാവിലെ മുതൽ രാത്രി വരെ വീട്ടുകാർ ക്രൂരമായി ആജ്ഞാപിച്ചു, ഉപദ്രവിച്ചു. അവൻ്റെ പദവി സങ്കല്പിക്കാവുന്നതിലും താഴ്ന്നതായിരുന്നു. ഒരു ദിവസം ഈ കുടുംബം ഒരു സമുദ്രയാത്ര നടത്തി. ഒരു കൊടുങ്കാറ്റുണ്ടായി, ബോട്ട് തകർന്നു. കുടുംബത്തിലുള്ളവരും ഈ ദാസനും ഒരു വിജനമായ ദ്വീപിൽ കരക്കടിഞ്ഞു. ഈ സാഹചര്യത്തിൽ ആ കുടുംബത്തിലുള്ളവരെല്ലാം പൂർണ്ണമായും നിസ്സഹായരായിരുന്നു. എന്തു ചെയ്യണമെന്ന് ദാസന് മാത്രമേ അറിയൂ. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ദാസൻ ആ സംഘത്തിൻ്റെ നേതാവായി ഉയർന്നു വന്നു. അവൻ ആരാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയും ഉയർന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, ഈ ജീവിതത്തിലെ അവസാനത്തെ പലരും അടുത്ത ജീവിതത്തിൽ ഒന്നാമനായിരിക്കും. സമ്പത്ത് നിമിത്തം യേശുവിനെ അനുഗമിക്കാൻ കഴിയാത്ത ധനികനെക്കുറിച്ചുള്ള വായനയായിരുന്നു ഇന്നലെ. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇന്നത്തെ സുവിശേഷ വായന. ഒരു ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രയാസകരമാണെന്ന് ഇന്നലെ നാം വായിച്ചു. തന്നെ അനുഗമിക്കാൻ എല്ലാം ഉപേക്ഷിച്ച അപ്പോസ്തലന്മാരിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തമാണ്. അവർക്ക് യേശു വാഗ്ദാനം ചെയ്തു, സ്വത്തുക്കളും കുടുംബവും ഉപേക്ഷിക്കുന്ന ഏതൊരാൾക്കും 100 ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന്. അതിലുപരി വരാനിരിക്കുന്ന യുഗത്തിൽ അവർക്ക് നിത്യജീവൻ ലഭിക്കും. തൻ്റെ വികാരങ്ങളും സംശയങ്ങളും യേശുവിനെ അറിയിക്കുന്നതിൽ പത്രോസിനുണ്ടായ സത്യസന്ധത പലരും പ്രശംസിക്കാറുണ്ട്. പത്രോസും കൂട്ടുകാരും എല്ലാം ഉപേക്ഷിച്ച കർത്താവിനെ അനുഗമിച്ചു. അപ്പോൾ അവർക്ക് എന്താണ് ലഭിക്കുക? ഇതൊരു വേദനാജനകമായ ചോദ്യമാണ്. എതിർപ്പും പീഡനവും നേരിടാൻ നമ്മൾ യേശുവിനെ അനുഗമിക്കണോ? എന്താണ് നമ്മുടെ പ്രതിഫലം? യേശുവിന് അതിന് ഉത്തരമുണ്ട്. ഒരുപക്ഷെ ഒരു പുഞ്ചിരിയോടെ അവൻ പറയും, എൻ്റെ കുഞ്ഞെ, നീ എന്നെ വെറുതെ അനുഗമിക്കില്ല. നിനക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും കൂടുതൽ ഞാൻ നിനക്ക് പ്രതിഫലം നൽകും. തീർച്ചയായും ദൈവം ഉദാരമതിയാണ്. അവൻ തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നു. നമ്മുടെ പ്രതിഫലം ഭൗതിക കാര്യങ്ങളുടെ കാര്യത്തിലായിരിക്കില്ല. പക്ഷേ യേശു നമുക്ക് നൽകുന്ന പ്രത്യാശയും സന്തോഷവും മനസ്സമാധാനവും വിലമതിക്കാനാവാത്തതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവനിൽ ആശ്രയിക്കുന്നത് തുടരാം. നിത്യജീവൻ നമ്മുടേതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.